ജിഷ കൊലക്കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിനെ പോലീസ് ആലുവയിലെ പോലീസ് ക്ലബ്ബിൽ എത്തിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ വിശദീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതാണ്ട് 6:30 DGP ലോക്നാഥ് ബെഹ്റ ആലുവയിലെ പോലീസ് ക്ലബ്ബിലെത്തും. അതിനുശേഷം 7 മണിയോടെയെങ്കിലും ഒരു വാർത്താ സമ്മേളനം അദ്ദേഹം നടത്തും എന്ന പ്രതീക്ഷയാണ് ഈ കേസ് ശ്രദ്ധിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ഉള്ളത്. കേരളത്തെ അങ്ങേയറ്റം ഞെട്ടിച്ച കൊലപാതകമായിരുന്നു, അങ്ങേയറ്റം ക്രൂരമായ കൊലപാതകമായിരുന്നു പെരുമ്പാവൂരിലെ ജിഷയുടേത്. അതിൽ പ്രതി അസം സ്വദേശിയായ അമീറുൽ ഇസ്ലാമാണ് എന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വിവരം. നേരത്തെ ഇത് ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട് എന്ന കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ അല്പം മുമ്പാണ് ഇയാളെ പോലീസ് ക്ലബ്ബിൽ എത്തിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് വെച്ചാണ് ഇയാളെ 2 ദിവസം മുമ്പ് അറസ്റ്റ് ചെയ്ത് തൃശ്ശൂരിലെ ഒരു കേന്ദ്രത്തിൽ വെച്ച് ചോദ്യം ചെയ്തു. ഇതേ തുടർന്ന് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം തെളിവുകളുമായി ഒത്തുപോകുന്നതാണ്. DNA പരിശോധനാ ഫലവും ഇയാളുടെ DNA തന്നെയാണ് സംഭവസ്ഥലത്ത് നിന്ന് ലഭിച്ചത്, DNA-യുമായി ചേരുന്നതാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ കൃത്യമാക്കിയതിനു ശേഷമാണ് പോലീസ് ഇയാളെ ഇപ്പോൾ പോലീസ് ക്ലബ്ബിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഏതാണ്ട് 7 മണിയോടുകൂടി ഒരു വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കുന്നുണ്ട്. വിവരങ്ങളുമായി PP സന്ധ്യയും ടോബി ജോൺസണും ചേരുന്നു നമ്മോടൊപ്പം. ടോബി, ഇപ്പോഴെന്താണ് പോലീസ് ക്ലബ്ബിലെ അവസ്ഥ? ആരൊക്കെയാണുള്ളത് അവിടെ? എന്താണ് മറ്റ് വിവരങ്ങൾ? തനിഷ, ADGP B സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള യോഗം പുരോഗമിക്കുകയാണ്. ഏകദേശം ഉച്ചയ്ക്ക് ശേഷം തന്നെ ഇവരെല്ലാം മുതിർന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ IG S ശ്രീജിത്ത്, അതുപോലെ തന്നെ ADGP B സന്ധ്യ തുടങ്ങിയ മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ ഈ ക്ലബ്ബിൽ എത്തിയിരുന്നു. ഇതിനുശേഷമാണ് മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയത്. അതിനുശേഷം ഇപ്പോൾ പ്രതിയെ ഇവിടേക്ക് കൊണ്ടുവന്നു. അതിനുശേഷവും ഈ സംഘത്തിലുണ്ടായിരുന്ന എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതായത് അന്വേഷണം ഏകദേശം എല്ലാ രീതിയിലും പൂർത്തിയായി എന്ന് തന്നെ വേണം പറയാൻ. പുറത്തുണ്ടായിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി എത്താനുള്ളത് DGP കൂടിയാണ്. DGP വിമാനത്തിൽ കയറി എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. 6:15 തന്നെ ഇവിടെ അദ്ദേഹം എത്തും. അതിനുശേഷമായിരിക്കും ഈ ഒരു വാർത്താ സമ്മേളനം നടത്തുക. നിലവിലെ സാഹചര്യത്തിൽ നിരവധി മാധ്യമങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ സൗകര്യം ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഇവിടെ നിന്നും ഈ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നത് മറ്റെവിടേക്കെങ്കിലും മാറ്റാൻ സാധിക്കുമോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. കാരണം നിരവധി മാധ്യമങ്ങൾ, പത്രക്കാരും അതുപോലെ തന്നെ ദൃശ്യമാധ്യമ പ്രവർത്തകരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും കൂടി നിൽക്കാനുള്ള ഒരു സൗകര്യം ഇല്ല എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റെവിടേക്കെങ്കിലും മാറ്റാൻ സാധിക്കുമോ ഈ വാർത്താ സമ്മേളനം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും DGP എത്തിയതിനു ശേഷം മാത്രമേ എന്തായാലും ഈ കാര്യത്തിലെല്ലാം ഒരു വ്യക്തത വരികയുള്ളൂ. അതിനുശേഷമായിരിക്കും വാർത്താ സമ്മേളനം നടത്തുക. നിലവിൽ അവസാന നടപടിക്രമങ്ങൾ കൂടിയാണ് ഇവിടെ പുരോഗമിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. വാർത്താ സമ്മേളനം 7 മണിക്ക് മുമ്പ് തന്നെ ഉണ്ടാകുകയും ചെയ്യും. സനിഷ, തിരിച്ചു വരാം. PP സന്ധ്യ കൂടെ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. സന്ധ്യ, കൂട്ടിച്ചേർക്കാനുള്ള വിവരങ്ങൾ എന്താണ്? എവിടെ വെച്ച് എപ്പോഴാണ് ഇയാൾ പിടിയിലായത്? എങ്ങനെയാണ് കൊലപാതകം നടത്തിയെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്? തനിഷ്, നമുക്കറിയാം കേസുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ കേസിൽ വഴിത്തിരിവാവുന്നത് അവസാനം കണ്ടെടുത്ത ചെരുപ്പും അതിലെ രക്തക്കറയും തന്നെയാണ്. ഈ സൂചനകളാണ് പ്രതിയിലേക്ക് പോലീസിനെ എത്തിച്ചത് എന്ന് കാണാൻ കഴിയും. മാത്രമല്ല, ഈ ചെരുപ്പ് എവിടെ നിന്ന് വാങ്ങി എന്നത് സംബന്ധിച്ചായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയത്. ചെരുപ്പ് വാങ്ങിച്ച കടയുടെ ഉടമയാണ് ഈ പ്രതിയെ സംബന്ധിച്ച ചില സൂചനകൾ പോലീസിന് നൽകുന്നത്. പിന്നീട് ഈ പ്രതിയിലേക്ക് പ്രതി ഇന്ന ആളാണ് എന്നുള്ള സൂചനയിലേക്ക് പോലീസ് എത്തിച്ചേരുകയും ഇയാളുടെ മൊബൈൽ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയും ചെയ്തു. മാത്രമല്ല, ജിഷയുടെ മൊബൈലിലേക്ക് ഇയാളുടെ ഫോണിൽ നിന്ന് ചില കോളുകൾ വന്നതായും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണം തന്നെയാണ് പ്രതിയിലേക്ക് എത്തിച്ചേരാൻ പോലീസിനെ സഹായിച്ചത് എന്ന് കാണാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശാസ്ത്രീയ തെളിവ് പോലീസിന്റെ കൈവശം ഉണ്ടായിരുന്നു. പ്രതിയുടെ DNA സാമ്പിൾ നേരത്തെ തന്നെ പോലീസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇതുമായി ഈ പ്രതിയുടെ സാമ്പിളും ചേർന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യമായത്. മാത്രമല്ല, ഇനി പോലീസിന്റെ മുന്നിലുള്ള കടമ്പ എന്ന് പറയുന്നത് ജിഷയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് പരസ്പര വിരുദ്ധമായ മൊഴിയാണ് ഇപ്പോൾ പ്രതി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ആയുധം എവിടെയാണ് ഉപേക്ഷിച്ചത് എന്ന് പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. ഇതിന് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഇതിന് പോലീസിന്റെ മുന്നിൽ ഇപ്പോൾ തടസ്സമായുള്ളത് നാട്ടുകാരുടെ പ്രതിഷേധത്തെ പോലീസ് ഭയപ്പെടുന്ന സാഹചര്യമുണ്ട്. ഒരുപക്ഷെ തെളിവെടുപ്പിനായി പ്രതിയെ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ വിവരങ്ങൾക്ക് താൽക്കാലികമായി ഇപ്പോൾ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് ഇതേ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാം. കേരളത്തെ ഞെട്ടിച്ച അങ്ങേയറ്റം ക്രൂരമായ ജിഷയുടെ കൊലപാതകത്തിലെ പ്രതി
അസം സ്വദേശി അമീറുൽ ഇസ്ലാം എന്ന 24-കാരനാണ് എന്ന് പോലീസ് അറിയിക്കുകയാണ്. ഇയാൾ പിടിയിലായിട്ടുണ്ട്. അല്പസമയത്തിനകം 7 മണിയോടുകൂടി വാർത്താ സമ്മേളനത്തിലൂടെ പോലീസ് ഇക്കാര്യം മാധ്യമങ്ങളിലൂടെ നാട്ടുകാരോട് അറിയിക്കും, വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.